നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇനി വരാനുള്ള പരീക്ഷകൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? കുറെ പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാരണം എന്താണ്? എല്ലാ പരീക്ഷകളുടെയും പാറ്റേൺ മാറിയിട്ടുണ്ട്, രണ്ട് ഘട്ടമാക്കിയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകൾ മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ആദ്യം കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PSC സൈറ്റിൽ നിന്നോ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കുകളോ റാങ്ക് ഫയലുകളോ ഒക്കെ റെഫർ ചെയ്ത് അതിന്റെ ഷോർട്ട് നോട്ട്സ്, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെ ഒരു നോളജ് കലവറ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് തന്നെ അത് റിവൈസ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എക്സാമിന് വളരെ കുറച്ച് സമയം ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് മേടിക്കാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബുക്ക്ലെറ്റ് വാങ്ങാം. ആ ബുക്ക്ലെറ്റിനകത്ത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ എഡിഷനും എല്ലാ പബ്ലിഷേഴ്സും ഇറക്കുന്നുണ്ട് അതുപോലെ ബുക്സ്. അപ്പോൾ അതിലെല്ലാം വിത്ത് എക്സ്പ്ലനേഷൻ ആണുള്ളത്, റിലേറ്റഡ് ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പബ്ലിക്കേഷന്റെ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് വാങ്ങുക. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വീഡിയോസ് അടങ്ങിയ പ്ലേലിസ്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സൊല്യൂഷൻ ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് എക്സ്പ്ലനേഷൻ നേരത്തെ തന്നെ മൈ നോട്ട് ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക, യൂസ്ഫുൾ ആക്കുക. നിങ്ങൾക്ക് വളരെ ഒരുപാട് ഇപ്പം സെർച്ച് ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ്സ് വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് താഴെ മൈ നോട്ട് ബുക്കിന്റെ സ്റ്റോറിന്റെ ലിങ്ക് കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക്ലെറ്റ്സ് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഷോപ്പുകളിലാണ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് കൂടുതൽ സൗകര്യം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ പഠിക്കണം, പഠിക്കാൻ നേരത്തെ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ OMR ഷീറ്റ് കരുതുക. OMR ഷീറ്റിന്റെ ഇപ്പൊ പല ബുക്സിനകത്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നമുക്ക് ലാസ്റ്റ് തന്നെ OMR ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും കൂടെ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ എല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് OMR ഷീറ്റ്. മൈ നോട്ട് ബുക്കിന്റെ വെബ്സൈറ്റിൽ നമ്മൾ OMRന്റെ PDF പ്രിന്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന PDF അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് 100 മാർക്സിനുള്ളത് മാർക്ക് ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള OMR ഷീറ്റുകൾ ബണ്ടിലായിട്ട് ഇപ്പോൾ വാങ്ങാൻ കിട്ടും, ഓൺലൈൻ ആയിട്ട് കിട്ടും. മൈ നോട്ട് ബുക്കിന്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതുമാണ്. അപ്പൊ ഈ OMRൽ നിങ്ങൾ ബബിൾ ചെയ്ത് പഠിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. കാരണം ഈ എക്സാം ഹോളിൽ ബബിൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കാനും അതുവഴി അങ്ങനെ നഷ്ടപ്പെടാവുന്ന മാർക്കുകൾ നമുക്ക് സേവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ബബിൾ ചെയ്ത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ സാധാരണ നമ്മൾ 1.25 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് എടുക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു 1.25 മണിക്കൂറിൽ ബെറ്റർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രാധാന്യവും ഇല്ലാത്ത കറന്റ് അഫയേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ചോദ്യവും അതിന്റെ ഉത്തരവും പഠിക്കുന്നതിന് പകരം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു അവാർഡിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു സമ്മിറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതും അതിന് തൊട്ടു മുന്നേ നടന്നതും അത് രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വേണം നോട്ട് ഉണ്ടാക്കാനായിട്ട്. കറന്റ് അഫയേഴ്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കുക, ക്വസ്റ്റ്യനും ആൻസറും വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, ഇയർ കൂടി നോക്കണം. ഇപ്പൊ 2020-21 തന്നെ നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് നടന്നതാണെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ട് കറന്റ്ലി അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കറന്റ്ലി ഉള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊരു PSC ഒരു ട്രിക്കാണോ ട്രാപ്പാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ, OMRൽ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ മറിച്ച് നോക്കുക, ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസറിൽ നോക്കാം.
ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചോളുക. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അത് ക്യാൻസൽ ചെയ്തതെന്ന് പിന്നീട് നോക്കാനും സാധിക്കും, അതുപോലെ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്സ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ എക്സാം ഹോളിൽ ശരിയായ എക്സാം എഴുതുമ്പോൾ നമ്മുടെ ടൈം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. ഇനി പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഒരു ഫ്രഷർ ആയിട്ട് ഒരാൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മടുത്തു പോകും. കാരണം മാത്സ് തന്നെ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂർ പോയിട്ട് 1.5 മണിക്കൂർ ആയാലും മാത്സ് മാത്രം ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യത്തില്ല, അത് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ബാക്കി പോർഷൻസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് റാങ്ക് ഫയൽ നോക്കിയൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ല, എല്ലാവരും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്സിൽ അറിഞ്ഞിരിക്കുക, പ്രധാനമായിട്ടും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. കേരള PSCക്ക് ആണെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്, അൺഎക്സ്പെക്ടഡ് ആയിട്ടൊന്നും വരാറില്ല. സോ അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും, അതുപോലെ ഈസി ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ളതും സ്കോറിംഗ് ആയിട്ടുള്ള പോർഷൻസും ഒക്കെ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്സിൽ ഓക്കെ ആവാൻ സാധിക്കും. ഇനി റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് തന്നെ നോട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. വേറെ നമ്മൾ പറഞ്ഞു ബുക്ക്ലെറ്റ് നോക്കി പഠിക്കാം, അതുപോലെ നോട്ട്സും നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കേരള ഫാക്ട്സ് അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു ടോപ്പിക്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കണ്ടു, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും അതേ ടോപ്പിക്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ അതിനൊരു 2 പേജ് ആ ഒരു നോട്ട്ബുക്കിൽ അലോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഡയറിയിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു ബയോളജി ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ആ 2 പേജിലായിട്ട് എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ഹെഡിങ് കുറച്ച് പേജസ് അതിന് വേണ്ടി അലോട്ട് ചെയ്യും. അങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്നോ സബ്ജക്ട് വൈസ് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെയും ചെയ്തു വെക്കാം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്. 35 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 35 ഡേയ്സിൻ്റെ ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സസിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പാണ്, ലിങ്ക് താഴെ കൊടുക്കാം. ഇതിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഫുൾ സിലബസിനെ ഡിവൈഡ് ചെയ്ത ടോപ്പിക്കുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ 35 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പഠനം ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് തുടങ്ങിയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അതുമായി സംബന്ധിച്ച വീഡിയോസിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. താങ്ക്